സംവിധാനം ചെയ്ത സിനിമകളിൽ തന്റെ കൂടെ വർക്ക് ചെയ്തവരെയും കൈപിടിച്ച് രക്ഷപ്പെടുത്തുന്ന ഒരു വ്യക്തിയാണ് വിനീത് ശ്രീനിവാസൻ എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ അങ്ങനെ ആർക്കും ഇല്ലാത്ത ഒരു സ്വഭാവ ഗുണമാണത്. എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഞാൻ സംസാരിക്കുമ്പോൾ ആളുകൾ എന്നെ പറ്റി എന്ത് വിചാരിക്കും എന്നുള്ളത് ഞാൻ ആലോചിക്കാറില്ല. ശരിക്കും പറഞ്ഞാൽ വിനീത് ശ്രീനിവാസന്റെ കൂടെ വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു ലക്കാണ്. മലർവാടി ആർട്സ് ക്ലബ്ബ് തുടങ്ങി പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്ത അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് തന്നെ അത് ഉത്തമ ഉദാഹരണമാണ്. അതിൽ മിക്ക ആളുകളും ഇന്ന് മലയാള സിനിമയിൽ മുൻനിരയിൽ നിൽക്കുന്ന സംവിധായകന്മാരാണ്. ആയിഷനെ പോലുള്ള ഒരു പെണ്ണിന്റെ പിന്നാലെ നടക്കുന്ന 100 കണക്കിന് ആമ്പിളെ ഒരുത്തം മാത്രമാണ് നീ. വിനീത് ശ്രീനിവാസന്റെ കൂടെ കരിയർ സ്റ്റാർട്ട് ചെയ്ത ഒരു 4 സംവിധായകന്മാരെ കുറിച്ച് നമുക്ക് നോക്കാം. ഒന്നാമതായി വരുന്നത് ബേസിൽ ജോസഫ്. ഇദ്ദേഹം വിനീത് ശ്രീനിവാസന്റെ തിര എന്ന സിനിമയിലൂടെയാണ് കരിയർ സ്റ്റാർട്ട് ചെയ്തത്. ഇന്ന് മലയാള സിനിമയിൽ ഒരു കിഡിലൻ സംവിധായകനും അതുപോലെ തന്നെ ഒരു കിഡിലൻ ആക്ടർ കൂടിയാണ് ബേസിൽ ജോസഫ്. രണ്ടാമത് ജൂഡ് ആന്റണി ജോസഫ്. ഇദ്ദേഹം മലർവാടി ആർട്സ് ക്ലബ് തട്ടത്തിന് മറിയത്ത് എന്ന സിനിമയിലൂടെ തന്നെ കരിയർ സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് 100 കോടി ക്ലബ്ബുകളുള്ള സംവിധായകന്മാരുടെ ലിസ്റ്റിൽ ജൂഡ് ആന്റണിയുടെ പേര് കൂടിയുണ്ട്. മൂന്നാമതായി ജി പ്രജിത്ത്. 2003 തുടങ്ങി ഇദ്ദേഹം ഇൻഡസ്ട്രിയിൽ ഉണ്ടെങ്കിലും വിനീത് ശ്രീനിവാസന്റെ തിര, തട്ടത്തിന് മറിയത്ത് പോലുള്ള സിനിമകളിൽ വർക്ക് ചെയ്തതിനു ശേഷമാണ് ഇദ്ദേഹം സ്വന്തം സംവിധായകനെ മാറിയത്. നാലാമതായി ധനഞ്ജയ് ശങ്കർ. ജേക്കബിന്റെ സ്വർഗരാജ്യം, ഹൃദയം, വർഷങ്ങൾക്ക് ശേഷം എന്നീ സിനിമകളിൽ വിനീത് ശ്രീനിവാസന്റെ കൂടെ വർക്ക് ചെയ്തു. ഇനിയും വിനീത് ശ്രീനിവാസൻ എന്ന വ്യക്തിയിലൂടെ ഒരുപാട് നല്ല സംവിധായകന്മാർ പിറക്കട്ടെ.